ഹായ് ഹലോ നമസ്കാരം, ഞാൻ മുത്തുമണി. ഞാനിപ്പോൾ മാരുതിയുടെ ഈ വിറ്റാരയുടെ ഒരു ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഞാൻ എപ്പോൾ കാറ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് മോർ ടുവേർഡ്സ് മാരുതിയാണ്. സ്വിഫ്റ്റ്, സിയാസ് ഇങ്ങനെ പറഞ്ഞിട്ട് എല്ലാ കാലത്തും മാരുതിയോട് അലൈൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഐ ബേസിക്കലി ലവ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ പോപ്പുലർ മാരുതി ടീം. ദാറ്റ് ഇസ് എ റീസൺ വൈ ഒന്ന് കഴിഞ്ഞപ്പോഴും അത് തന്നെ മാരുതി തന്നെ നമ്മൾ ചൂസ് ചെയ്യാനുള്ള റീസൺ തന്നെ. അപ്പം ഈ വിറ്റാര വന്നിട്ടുണ്ട്, ഒരു ടെസ്റ്റ് ഡ്രൈവ് നോക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാരുതി പോപ്പുലർ നെക്സ ടീം വിളിച്ചപ്പം സെക്കൻഡ് തോട്ട് ഉണ്ടായിരുന്നില്ല. ഐ ടുക്ക് എ ഡ്രൈവ്. ഭയങ്കര ഡ്രൈവിംഗ് സ്കിൽസ് ഉള്ള ഒരാളോ ഒന്നുമല്ല, പക്ഷേ ഐ ഓൾവേസ് ലവ് ഡ്രൈവിംഗ്. നമ്മുടെ കൺട്രോളിൽ വണ്ടി ഓടിച്ച് സ്ഥലങ്ങളിൽ പോവുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അത് ഏറ്റവും എഫേർട്ട്ലെസ് ആയിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു ഈ വിറ്റാര തന്നിട്ടുള്ളത്. ഡു ചെക്ക് ഇറ്റ് ഔട്ട്. മാരുതിയുടെ കാറുകൾ പലപ്പോഴായി യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഓരോ പ്രാവശ്യം മാരുതിയിൽ പുതിയ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടും. അതിപ്പം SHVS ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഹൈബ്രിഡ് വെഹിക്കിൾസ് ഇൻട്രൊഡക്ഷൻ സമയത്താണെങ്കിലും ഒക്കെ വളരെ ഇൻട്രസ്റ്റോടുകൂടി അത് ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാ വേരിയന്റിലും ഈ വെഹിക്കിൾസ് മറ്റു സർവീസ് പ്രൊവൈഡേഴ്സ് തന്നു തുടങ്ങിയപ്പോൾ എപ്പോഴായിരിക്കും മാരുതിയുടെ ഒരു ഈ വെഹിക്കിൾ കാണാൻ പറ്റുക എന്നുള്ള കാത്തിരിപ്പുണ്ടായിരുന്നു. അതിനുള്ള ഉത്തരമാണ് ഈ വിറ്റാര. And it is a super vehicle, I would say. ഭയങ്കര സ്മൂത്ത് ആൻഡ് കംഫർട്ടബിൾ ആണ് വാഹനം, ട്രാവലിംഗിന് ഓൾസോ ആൻഡ് ഓൾസോ ഫോർ ഡ്രൈവിംഗ് പർപ്പസ്. ദ ഫീച്ചേഴ്സ് ആൻഡ് എവറിത്തിങ് ഈ വണ്ടിയിലുള്ളത് ഇസ് റിയലി അമേസിംഗ്. ഈ വിറ്റാര ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞ് ഓൾമോസ്റ്റ് ലാസ്റ്റ് ലാപ്പിലേക്ക് എത്തിയ സമയത്താണ് എൻ്റെ ഡൗട്ട് വന്നത്, ഇതിൻ്റെ ചാർജിങ് മെക്കാനിസം എത്ര കണ്ട് കോമൺ ആയിട്ട് നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. ദാറ്റ്സ് വെൻ ദേ ടോൾഡ് മീ എല്ലാ 15 കിലോമീറ്റേഴ്സ് കൂടുമ്പോഴും മാരുതിക്കുള്ള സർവീസ് സ്റ്റേഷൻസിൽ ഫ്രീ ആയിട്ട് ചാർജ് ചെയ്യാനുള്ള ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ഈ വിറ്റാര ഓണേഴ്സിനും. ദാറ്റ് ഈസ് റിയലി ആൻ ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേഷൻ ഫോർ മീ. ADAS ലെവൽ 2 അല്ലെങ്കിൽ ലെയിൻ ഡിപ്പാർച്ചർ പ്രിവെൻഷൻ അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഒരു ലോങ് ഡ്രൈവ് പോകുന്ന സമയത്തൊക്കെ ഡ്രൈവിംഗ് എന്നുള്ള കുറച്ചും കൂടി ഈസിയർ ആയിരിക്കും ഇങ്ങനത്തെ ഒരു വെഹിക്കിളിൻ്റെ കൂട്ടത്തിൽ നിന്ന് തോന്നുന്നു. ഫസ്റ്റ് റൗണ്ട് ഡ്രൈവിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് ഒക്കെ ഇട്ടിട്ട് ആക്ടിവിറ്റി നോക്കിയത്. അപ്പോൾ സ്പോർട്സ് മോഡിലേക്കൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു അൺബിലബിൾ സ്റ്റൈൽ ഓഫ് പവർ ആൻഡ് ഫീൽ നമുക്ക് കിട്ടുന്നത്. And another thing I liked a lot about this variant is that the suspension. ഭയങ്കര ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഭയങ്കര സ്മൂത്ത് റൈഡാണ്. അത് സമയം തന്നെ നമുക്ക് പവർ നമ്മുടെ കൺട്രോളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ബ്യൂട്ടിഫുള്ളി ബാക്ക്ഡ് ബൈ നല്ല സസ്പെൻഷൻ ഓൾസോ. സോ